നമസ്കാരം. താൻ അധികാരത്തിലെത്തിയാൽ യുദ്ധത്തിന് അറുതിയുണ്ടാകുമെന്നും അതിനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമെന്നുമായിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിലടക്കം ട്രംപ് വ്യക്തമാക്കിയിരുന്നത്. അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് യുദ്ധം അവസാനിപ്പിക്കാനാണ് നിലവിൽ ട്രംപിന്റെ ശ്രമം. ഗാസയിൽ വെടിനിർത്തൽ കരാറിനായി നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഒരു വശത്ത് ഭീഷണിയും മറുവശത്ത് അനുനയ വഴിയും സ്വീകരിച്ചാണ് ട്രംപ് തന്റെ വിദേശകാര്യ നയം നടപ്പിലാക്കുന്നത്. ഗാസയിൽ സമാധാന സാധ്യത തേടി ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ദിവസങ്ങൾക്ക് മുൻപ് ഖത്തറും ഇസ്രായേലും സന്ദർശിച്ചെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇക്കാര്യം ബൈഡൻ ഭരണകൂടത്തിനും അറിയാമായിരുന്നുവെന്നാണ് സൂചന. വിറ്റ്കോഫുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ഖത്തർ പ്രധാനമന്ത്രി സ്ഥിരീകരിച്ചതായി സ്കൈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് യുദ്ധം അവസാനിപ്പിക്കാനാണ് ശ്രമം. യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയും ബന്ദി കൈമാറ്റത്തെപ്പറ്റിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും ഖത്തർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് റിപ്പോർട്ട്. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റായി താൻ ചുമതലയേൽക്കുമ്പോഴേക്കും ഗാസയിലെ ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് താക്കീത് തന്നെയായിരുന്നു ട്രംപ് നൽകിയത്. ഇസ്രായേൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കാനും 14 മാസമായി ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാനും നിലവിലെ പ്രസിഡന്റ് ബൈഡന് സാധിക്കാതെ വന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ട്രംപിന്റെ ഈ താക്കീത്. 2025 ജനുവരി 25 താൻ അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ദിവസത്തിനുള്ളിൽ തടങ്കിലാക്കിയവരെ മോചിപ്പിച്ചില്ലെങ്കിൽ മാനവികതയ്ക്കെതിരെ ക്രൂരതകൾ ചെയ്തവർ വലിയ വില നൽകേണ്ടി വരും. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ആരും നൽകാത്ത വിധത്തിലുള്ള കടുത്ത പ്രഹരമായിരിക്കുമെന്ന വലിയ ഭീഷണിയായിരുന്നു ട്രംപ് നൽകിയത്. ബന്ദികളെ ഇപ്പോൾ തന്നെ മോചിപ്പിക്കണമെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു. ഇസ്രായേലിന് ശക്തമായ പിന്തുണ നൽകുമെന്ന് തന്നെയായിരുന്നു ട്രംപ് ഈ ഘട്ടത്തിലും വ്യക്തമാക്കിയത്. അടുത്ത മാസം താൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് സകല ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത തിരിച്ചടിയായിരിക്കും അവരെ കാത്തിരിക്കുന്നതെന്നായിരുന്നു അദ്ദേഹം തുറന്നടിച്ചത്. അമേരിക്കൻ ഇസ്രായേൽ പൗരത്വമുള്ള സൈനികനായ ഒമർ മാക്സിം ന്യൂട്രോയുടെ മരണവാർത്ത പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെയായിരുന്നു ട്രംപ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത്. അതിനിടെ ഗാസയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസയിലെ ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. അതേസമയം മുതിർന്ന ഹമാസ് തീവ്രവാദികളാണ് ലക്ഷ്യമിട്ടതെന്നും സാധാരണക്കാർക്ക് അപകടമുണ്ടാകാതിരിക്കാൻ മുൻകരുതലെടുത്തിട്ടുണ്ടെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തു. ഇന്നലെ ഗാസ മുനമ്പിലുടനീളം നടന്ന ആക്രമണങ്ങളിൽ ഒന്നാണ് മുവാസി 10 ക്യാമ്പിലേത്. മധ്യ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 4 കുട്ടികളടക്കം 10 പേർ കൂടി കൊല്ലപ്പെട്ടതായി ഫലസ്തീൻ മെഡിക്കൽ വിദഗ്ധർ അറിയിച്ചു. ഗസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഒക്ടോബർ 7 ശേഷമുള്ള ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിൽ ഫലസ്തീനിൽ 45,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. സ്ത്രീകളും കുട്ടികളുമാണ് കൊല്ലപ്പെട്ടവരിലേറെ. അതേസമയം ഗാസയ്ക്കെതിരായ ഇസ്രായേൽ യുദ്ധം വംശഹത്യയ്ക്ക് തുല്യമെന്ന ആംനസ്റ്റി ഇന്റർനാഷണൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. നിങ്ങൾ മനുഷ്യനാണെന്ന് തോന്നുന്നു എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് ഗാസയിൽ ഫലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ വംശഹത്യ സാക്ഷികളുടെ അഭിമുഖങ്ങൾ, വീഡിയോ, ഡിജിറ്റൽ തെളിവുകൾ വിശകലനം ചെയ്യൽ, ഇസ്രായേൽ ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനകൾ എന്നിവ ഉൾപ്പെടുന്ന മാസങ്ങളുടെ ഗവേഷണത്തിന്റെ പരിസമാപ്തിയായിരുന്നു. 1948 വംശഹത്യ കൺവെൻഷൻ നിരോധിച്ച 5 ആക്രമണങ്ങളിൽ 3 എണ്ണമെങ്കിലും ഇസ്രായേൽ സൈന്യം ചെയ്തിട്ടുണ്ടെന്നും ആംനസ്റ്റി വ്യക്തമാക്കി. കൊലപാതകങ്ങൾ, ഗുരുതരമായ ശാരീരികമായോ മാനസികമായ ഉപദ്രവം, ഒരു ഗ്രൂപ്പിന്റെ ശാരീരിക നാശം വരുത്താൻ മനഃപൂർവ്വം ജീവിത സാഹചര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക ഉൾപ്പെടെയാണ് ഇസ്രായേൽ സൈന്യം നടത്തിയ വംശഹത്യ ആക്രമണങ്ങളെന്നായിരുന്നു ഈ റിപ്പോർട്ടിലെ വിമർശനം. 2023 ഒക്ടോബർ 7 ശേഷം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ വംശഹത്യയ്ക്ക് തുല്യമാണെന്ന് വിശ്വസിക്കാൻ മതിയായ തെളിവുകളുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മാസങ്ങളോളം തുടർച്ചയായി ഫലസ്തീനികളുടെ മേൽ ഒരേ സമയം നടത്തുന്ന നിയമവിരുദ്ധമായ പ്രവർത്തികൾ ഗാസയിലെ മുഴുവൻ ജനങ്ങളുടെയും മാനസികവും ശാരീരികമായ ആരോഗ്യത്തിൽ അഗാധമായി സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത്.